നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിലെ രാമായണ മാസമായിട്ടാണ് ആചരിക്കാറുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. രാമായണ മാസത്തിലെ നാലമ്പല ദർശനം പ്രധാനമാണ് അല്ലെ. നാലമ്പല ദർശനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ 4 പേരെയും ഒരേ ദിവസം കണ്ടു വണങ്ങുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൃഷ്ണാരി മിത്രത്തിലൂടെ ഇന്ന് നാലമ്പല ദർശനത്തിന് പോകട്ടോ. ആദ്യം നമ്മൾ വന്നിരിക്കുന്നത് ശ്രീരാമചന്ദ്രന്റെ തൃപ്രയാറ് തേവരുടെ നടയിലാണ് കേട്ടോ. തൃപ്രയാറ് ശ്രീരാമസ്വാമിയെ നമ്മൾ തൃപ്രയാറ് തേവര എന്നാണ് അറിയപ്പെടാറ് കേട്ടോ. തേവരുടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. തൃപ്രയാറ് തേവരുടെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളിലേക്ക് എനിക്കറിയാവുന്ന രീതിയിൽ നമുക്ക് പങ്കുവയ്ക്കാൻ വരും. ശ്രീരാമനെ തൊഴുതതിനു ശേഷം നമുക്ക് കാണാനുള്ളത് ഗോശാലകൃഷ്ണനെയാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണനെയുടെ ഗോശാലകൃഷ്ണന്റെ ഒരു വേഷത്തില് നല്ല സുന്ദരനായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗോശാലകൃഷ്ണനെയും കൂടി തൊഴാട്ടോ. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന നമ്മുടെ തൃപ്പയാറ് തേവര് ഈ ഒരു പുഴ കടന്ന് അപ്പുറത്തേക്ക് പോകുന്നതിന് ഉപയോഗിക്കുന്ന പള്ളിയോടമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കാണാം. രാമായണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രീരാമചന്ദ്രനെ കുറിച്ച് നമുക്ക് മനസ്സിൽ ഓടി വരുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ അത്ര തന്നെ പ്രാധാന്യത്തോടെ നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെയാണോ കൃഷ്ണകഥകൾ യമുനാ നദിയുടെ കാളിന്തിയുടെ തീരത്ത് എന്ന് നമ്മൾ ഓർക്കാറുള്ളത്, അതേപോലെ തന്നെ രാമായണം ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ട് സരയൂ നദിയിലെ. അതേപോലെ ഒരു നദീതീരത്താണ് ഇവിടെ ശ്രീരാമചന്ദ്രനും കുടികൊള്ളുന്നത് കേട്ടോ. കാനോലി കനാലിന്റെ തീരത്താണ് അദ്ദേഹം ഇവിടെ കുടികൊള്ളുന്നത്. തൃപ്രയാർ ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഇവിടെ 4 തൃക്കൈകളോടുകൂടി മഹാവിഷ്ണുവിന്റെ രൂപത്തിലുള്ള വിഗ്രഹമാണെങ്കിൽ പോലും ശ്രീരാമചന്ദ്രനായിട്ടാണ് പ്രതിഷ്ഠ, അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലാണ് ഇവിടെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുക. ഇവിടെ അനേകം പ്രത്യേകതകളുള്ള വഴിപാടുകളും ഉണ്ട് കേട്ടോ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെടിവഴിപാട്. ഈ വെടിവഴിപാടിന്റെ പിന്നിലുമുണ്ട് അനേകം ഐതിഹ്യങ്ങൾ. അതിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമി കണ്ടു സീതയെ എന്ന് ശ്രീരാമചന്ദ്രനെ അറിയിച്ചതിന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് അത്ര ഇവിടുത്തെ വെടിവഴിപാട്. എന്താണ് കണ്ടു സീതയെ എന്നുള്ളതിന്റെ പ്രത്യേകത എന്നറിയോ? ശ്രീരാമചന്ദ്രൻ അനേകം പേര് ശ്രീരാമചന്ദ്രന്റെ മുമ്പിലേക്ക് വാനര സൈന്യം തന്നെ ഉണ്ടായിരുന്നു. സീതാദേവിയുടെ അന്വേഷണത്തിനായിട്ട് കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും ശ്രീരാമചന്ദ്രന് ഉറപ്പുണ്ടായിരുന്നു ഹനുമാൻ സ്വാമിക്കാണ് സീതാദേവിയുടെ ദർശനം ആദ്യം ലഭിക്കുകയെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ മുദ്രമോതിരം ഹനുമാൻ സ്വാമിക്ക് ഏൽപ്പിച്ചു കൊടുത്തതും ചൂടാരത്നം തിരിച്ചു കൊണ്ടുവരാനുള്ള ആ സീതാദേവിയുടെ ചൂടാരത്നം തിരിച്ചു കൊണ്ടുവരാനുള്ള അനുഗ്രഹവും കിട്ടിയത് ഹനുമാൻ സ്വാമിക്കാണ്. ഈ ഹനുമാൻ സ്വാമി അവിടെ നിന്ന് സമുദ്രം കടന്ന് തിരിച്ച് അലങ്കയിൽ നിന്ന് തിരിച്ച് ശ്രീരാമചന്ദ്രന്റെ അടുത്ത് എത്തുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ വാക്ക് കണ്ടു എന്നുള്ളതാണ്. അത് സീതയെ എന്ന് പോലുമല്ല, ആദ്യം പറഞ്ഞത് കണ്ടു സീതയെ. അത്ര പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിന് ശാന്തി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഹനുമാൻ സ്വാമി ഓർത്തിട്ടുണ്ടാവുക. എന്തായാലും ശ്രീരാമചന്ദ്രനെ ഇത്രയധികം മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് മീനൂട്ടം. ഭഗവാന്റെ ആദ്യത്തെ അവതാരമായിട്ടുള്ള മത്സ്യാവതാരം, മത്സ്യമൂർത്തിയെ പൂജിക്കുന്ന വിധം എന്ന രീതിയിൽ ആണ് ഇവിടെ മീനൂട്ട് നടത്താറുള്ളത് കേട്ടോ.
മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നത് പിതൃക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു സങ്കല്പം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഈ മീനൂട്ടിന്. ഇവിടെ ഈ ഒരു അടുത്ത കാലത്ത് ഞാൻ മറ്റൊരു അമ്പലത്തിലും ഇതുപോലൊരു വഴിപാട് കണ്ടിട്ടില്ല. മത്സ്യമൂർത്തിയെ നമ്മൾ കേരളക്കരയിലുള്ള ആളുകൾ തന്നെയാണ് പൂജിക്കേണ്ടത്. കാരണം മത്സ്യാവതാരം നടന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ മത്സ്യമൂർത്തിക്ക് നമസ്കാരം പറയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ തൃപ്രയാറുള്ളത് കേട്ടോ. പൂർണ്ണ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാൾ എങ്ങനെയാണ് ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കേണ്ടത് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ മനുഷ്യർക്ക് എല്ലാവർക്കും കാണിച്ചു തന്ന അവതാരമാണ്, അവതാര പുരുഷനാണ് ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ അനുകരണീയനാണ് എന്നാണ് പറയാറ്. ശ്രീകൃഷ്ണൻ ഒരിക്കലും അനുകരണീയനല്ല എന്നും ശ്രീരാമൻ എപ്പോഴും അനുകരിക്കേണ്ടതാണ് എന്നും ആണ് പറയാറുള്ളത്. സർവസംഖ്യ പരിത്യാഗിയാണ് അദ്ദേഹം എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അയോധ്യ എന്ന നഗരം ശരിക്കും സ്വർഗത്തേക്കാൾ അത്രയും മനോഹരമായ അല്ലെങ്കിൽ അത്രയും ധനധാന്യ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ആ അയോധ്യ നഗരം വിട്ടുപോകാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ശ്രീരാമചന്ദ്രന്. എല്ലാം ത്യജിക്കാനുള്ള മനസ്ഥിതി ഉള്ളവനാണ് ഉയരങ്ങളിൽ എത്തുള്ളൂ എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും ധർമ്മത്തിൽ അനിഷ്ഠിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത സപര്യ ഓരോ മനുഷ്യനുമുള്ള ഓരോ പാഠം തന്നെയാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെ ശ്രീരാമചന്ദ്രനെ തൊഴാൻ സാധിക്കട്ടെ, നാലമ്പല ദർശനം സാധ്യമാവട്ടെ, അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മീനൂട്ട് പോലെ തന്നെ ഇവിടെ വളരെയേറെ പ്രാധാന്യമുള്ള മറ്റൊരു വഴിപാടാണ് അമ്പും വില്ലും സമർപ്പണം. രാമബാണം ലക്ഷ്യഭേദകമാണ് എന്ന് പറയും, അല്ലെങ്കിൽ ലക്ഷ്യം കാണാതെ തിരിച്ച് വരില്ല എന്നാണ് പറയുക. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ രാമനെ അമ്പും വില്ലും സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് ഇവിടെ. അതേപോലെ തന്നെ നെയ്ക്കിണ്ടി സമർപ്പിക്കുക എന്ന മറ്റൊരു പ്രധാന വഴിപാടുണ്ട്. ഇതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം നടക്കാനായിട്ട് സുന്ദരകാന്ഡ പാരായണം എന്ന മറ്റൊരു വഴിപാടും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. സുന്ദരകാന്ഡത്തിൻ്റെ പ്രത്യേകത, സുന്ദരകാന്ഡത്തിലാണ് കണ്ടു സീതയെ എന്ന് ഹനുമാൻ സ്വാമി പറയുന്നതും ആ ഒരു ദൂത് വരുന്നതും. പണ്ടൊക്കെ ഞാൻ സുന്ദരകാന്ഡം, രാമായണത്തിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാതിരുന്ന സമയത്ത് സുന്ദരകാന്ഡം എന്ന ഭാഗത്തായിരിക്കാം സീതാ സ്വയംവരം വരുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടിയാൽ നമുക്ക് പുതുതായിട്ട് കിട്ടുന്നതിനേക്കാളും സന്തോഷം ഉണ്ടാവുന്ന ആചാര്യൻ പറയാറ്. അതേമാതിരി സീതാദേവിയെ അന്വേഷിച്ച് വളരെയധികം മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയിരുന്ന ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിലേക്ക് കണ്ടു സീതയെ എന്ന നല്ല വാർത്തയും കൊണ്ടുവരുന്ന ഹനുമാൻ സ്വാമിയുടെ ഭാഗമാണ് സുന്ദരകാന്ഡം. അപ്പോൾ ആ ഒരു സുന്ദരകാന്ഡം പാരായണം ചെയ്താൽ സർവമംഗളങ്ങളും ഉണ്ടാവും എന്നാണ് ആചാര്യന്മാരെല്ലാവരും അനുസ്മരിക്കാറുള്ളത്. ആ ഒരു സുന്ദരകാന്ഡ പാരായണവും കൂടി ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ. ശ്രീരാമചന്ദ്രനെ കൂടാതെ ഇവിടെ മഹാദേവന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ മഹാഗണപതി ഉണ്ട് അകത്ത് തന്നെ, ചുറ്റമ്പലത്തിലല്ല, നാലമ്പലത്തിനകത്ത് തന്നെ. ചുറ്റമ്പലത്തിൽ ഗോശാലകൃഷ്ണനുണ്ട്, അതുപോലെ തന്നെ ധർമ്മശാസ്താവും ഉണ്ട്. ധർമ്മശാസ്താവിന് അമൃത നിവേദ്യം വളരെ പ്രാധാന്യമേറിയ ഒരു വഴിപാട് തന്നെയാണ് കേട്ടോ. ബുദ്ധിശക്തിക്കും അതുപോലെ വിദ്യാതടസ്സവും ഒക്കെ മാറാനായിട്ട് കുട്ടികൾക്ക് ഈ ഒരു അമൃത നിവേദ്യം നൽകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ശേഷം രണ്ടാമതായിട്ട് നമ്മൾ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം സംഗമേശ്വരൻ്റെ മണ്ണിലാണുള്ളത്. അതായത് ഭരതസ്വാമിയുടെ മണ്ണിലാണുള്ളത് കേട്ടോ. ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് അനേകം പ്രത്യേകതകളുണ്ട് എന്ന് തന്നെയാണ് ആചാര്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ആചാരപരമായും അനുഷ്ഠാനപരമായും അനേകം പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രമാണ് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രം.
രാമായണത്തിലെ ഭരതനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അറിയാം, ശ്രീരാമസ്വാമിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ത്യാഗോജ്വലമായ ജീവിതമാണ് ശ്രീരാമദേവന്റെ എന്നും ധർമ്മത്തിൽ അധിഷ്ഠിതമായാണ് ജീവിക്കുന്നത് എന്നും അദ്ദേഹത്തിനെ നമ്മൾ എപ്പോഴും മാതൃകയാക്കണം എന്നും. അദ്ദേഹത്തിനെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ ഭരതസ്വാമിയുടെ ത്യാഗോജ്വലമായ ജീവിതത്തിനെ കുറിച്ചും ഒന്നനുസ്മരിക്കാം അല്ലേ. ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ത്യാഗോജ്വലമായ ജീവിതത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അയോധ്യാപുരി എന്ന് പറയുന്നത് സ്വർഗതുല്യമാണ് എന്നാണ് പറയുന്നത്. ഈ സ്വർഗതുല്യമായ രാജ്യം രാമൻ മാത്രമല്ല ഉപേക്ഷിച്ച് അവിടുന്ന് വനവാസത്തിനിറങ്ങിയത്. അത് വെച്ച് നീട്ടപ്പെട്ട ഭരതസ്വാമിയും അതേ നിലപാട് തന്നെയാണ് എടുത്തത്. ജ്യേഷ്ഠ സഹോദരന് വേണ്ടാത്ത ഈ രാമരാജ്യം ഇത് എനിക്കും വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹവും തീരുമാനിച്ചത്. അത് മാത്രമല്ല, വനവാസത്തിന് പുറപ്പെട്ട ശ്രീരാമദേവനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിനോട് തിരിച്ചു വരാനായിട്ട് അപേക്ഷിച്ച ഭരതന്റെ മുന്നിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതാണ് രാമന്റെ ഈ ജന്മത്തെ നിയോഗമാണ് ഈ 14 വർഷത്തെ വനവാസം എന്ന് പറയുമ്പോൾ ശ്രീരാമദേവൻ ഇല്ലാത്ത ആ ഒരു മണ്ണ് അത് തനിക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ രാമപാദുകങ്ങൾ അവിടെ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി സിംഹാസനത്തിൽ രാമന്റെ പാദുകങ്ങൾ വെച്ച് ആരാധിച്ചിരുന്ന ആ സംഗമേശൻ അല്ലെങ്കിൽ ആ ഭരതസ്വാമി, അദ്ദേഹം അന്നു മുതൽ 14 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും എങ്ങനെയാണോ ശ്രീരാമസ്വാമി വനവാസകാലത്ത് ജീവിച്ചിരുന്നത് അതേമാതിരി തന്നെയാണത്രേ ഭരതസ്വാമിയും ഈ 14 വർഷക്കാലവും ജീവിച്ചിരുന്നത്. വനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള സുഖങ്ങളാണോ ഇല്ലാതെ ഇരിക്കുന്നത് അതേമാതിരി തന്നെയാണത്രേ തികച്ചും ഒരു സർവസംഘ പരിത്യാഗിയായിട്ട് നന്ദിഗ്രാമത്തിൽ അയോധ്യയുടെ അതിർത്തി പ്രദേശത്ത് താമസിക്കുകയുണ്ടായി ഈ 14 വർഷവും ഭരതസ്വാമി. ഇത് മാത്രമല്ല കേട്ടോ, 14 വർഷം തികയുന്ന ദിവസം എന്നാണോ അന്ന് ശ്രീരാമസ്വാമിയെ തിരിച്ച് കണ്ടിട്ടില്ല എങ്കിൽ അതോടെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്നൊരു പ്രതിജ്ഞ കൂടി ഭരതസ്വാമിക്ക് ഉണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ഹനുമാനെ ദൂതിന് അയക്കുക കൂടി ചെയ്തു അത്രേ. ശ്രീരാമദേവൻ 14 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്, ഭരതനോട് ഞാൻ എഴുന്നള്ളുന്നു എന്ന് അറിയിക്കൂ എന്ന് ഹനുമാൻ സ്വാമി വഴി പറഞ്ഞയക്കുക കൂടി ചെയ്തിരുന്നു അത്രേ. അത്രയ്ക്ക് ത്യാഗോജ്വലമായിരുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ ജീവിതം. മാത്രമല്ല, ഇനി കൂടൽമാണിക്യം ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രധാന വഴിപാട് താമരമാലയാണത്രേ. ദേവന് ഇഷ്ടപ്പെട്ട വഴിപാടാണ് താമരമാല എന്നും എന്ത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കാണ് താമരമാല ഇവിടെ ഷീട്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിൽക്കാതിരിക്കാൻ ഭഗവാന് താമരമാല സമർപ്പിച്ചാൽ മതി എന്നൊരു വിശ്വാസം ഇവിടുത്തുകാർക്ക് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇവിടെ ശ്രീരാമദേവന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മീനൂട്ട് കണ്ടല്ലോ നമ്മൾ, അതേപോലെ തന്നെ സംഗമേശ്വരന്റെ ഈ തീർത്ഥകുളത്തിന് പ്രത്യേകതകൾ 3 നദികൾ, അതായത് ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികളുടെ ആ ഒരു സംഗമം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടുത്തെ ആ രുദ്രതീർത്ഥകുളം. ആ കുളത്തിലും മീനൂട്ട് എന്ന വഴിപാടുണ്ട്. പിതൃക്കളുടെ സന്തോഷത്തിനായിട്ടാണ് അത്ര ഇവിടെ ആ ഒരു മീനൂട്ട് എന്ന സങ്കല്പമുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പിതൃഘടങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ ഇവിടെ മീനൂട്ട് വഴിപാട് നടത്തിയാൽ മതി എന്നാണ് ആചാരം. അതുമാത്രമല്ല, വഴുതനഞ്ഞ നിവേദ്യമാണ് ഇവിടുത്തെ പ്രധാന മറ്റൊരു വഴിപാട് എന്ന് പറയുന്നത്. അത് ഉദരസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടാണ് അത്ര ദേവന് ഈ ഒരു വഴുതനഞ്ഞ വഴിപാട് സമർപ്പിക്കുന്നത്. കർക്കിടക മാസത്തിൽ ഒഴിച്ച് ബാക്കി ഏത് മാസത്തിൽ വന്നാലും നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഈ വഴുതനഞ്ഞ വഴിപാടിന്. കർക്കിടക മാസത്തിൽ മാത്രം നമുക്ക് അപ്പപ്പോൾ വഴിപാട് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഉപദേവത പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ഒരേയൊരു അമ്പലമാണ് കൂടൽമാണിക്യം അമ്പലം. ഭരതസ്വാമി മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ അമ്പലത്തിൽ മാത്രം ദീപാരാധന ഇല്ല. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി സന്നിധിയിലാണ് കേട്ടോ. ശ്രീരാമനെയും ഭരതനെയും തൊഴുതതിന് ശേഷം ലക്ഷ്മണസ്വാമിയെ തൊഴാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പൂർണ്ണ നദിയിൽ നിന്ന് ലഭിച്ചതാണ് ഈ ഒരു വിഗ്രഹം എന്നാണ് പറയുന്നത്. ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന ആ വിഗ്രഹം തന്നെയാണ് അത്. പൂർണ്ണ നദിയിൽ നിന്ന് ലഭിക്കുകയും അവിടെ നിന്ന് ഇവിടുത്തെ പ്രമാണിക്ക് അല്ലെങ്കിൽ രാജാവിന്, നാട്ടുരാജാവിന് സ്വപ്നദർശനം ലഭിക്കുകയുണ്ടായിരുന്നു. ഈ ഒരു വിഗ്രഹം ആന വഴി കാട്ടുന്നതിനനുസരിച്ച് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണം. എവിടെയാണ് എന്നുള്ളത് ആന വഴി കാട്ടും എന്നാണ് അത്രേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആ ആന വഴികാട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗണപതിക്കും നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ. ഗണപതിയും അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തിയുമാണ് ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠയായിട്ട് അകത്ത് തന്നെയുള്ളത്. ഗണപതിയും ദക്ഷിണാമൂർത്തിയും മാത്രമല്ല, അയ്യപ്പസ്വാമിയും
യക്ഷി സാന്നിധ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും തൊഴണം. ഇനി ലക്ഷ്മണസ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനേകം കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയാം. ഈ രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിനും പറയാനുള്ളതെല്ലാം ഈ ഒരു ത്യാഗത്തിൻ്റെ കഥ തന്നെയാണ് അല്ലേ. ലക്ഷ്മണൻ വിവാഹിതനായി അധികം നാൾ കഴിയുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു വനവാസം എന്ന തീരുമാനം ശ്രീരാമൻ എടുത്തത്. ഒപ്പം സീതാദേവി ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒപ്പം ഞാനും വരുന്നു, അനുഗമിക്കുന്നു എന്ന് ലക്ഷ്മണൻ പറഞ്ഞ സമയത്ത് സുമിത്ര പറഞ്ഞതായിട്ടുള്ള വാക്യമാണ് ആ രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിക്കുകയുണ്ടായില്ലേ. അത് പറഞ്ഞു കൊടുത്ത സുമിത്ര എന്ന അമ്മയുടെ ത്യാഗത്തിൻ്റെ കാര്യം അതും നമ്മൾ പറഞ്ഞു. ഊർമിള എന്ന ഭാര്യ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലാത്ത ലക്ഷ്മണസ്വാമിയോട് അങ്ങും അനുഗമിക്കുന്നുണ്ടോ എന്ന് ഒരു ചോദ്യം കൊണ്ട് പോലും അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാരാണ് ത്യാഗത്തിന് മുന്നേ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലേ. അതുപോലെ തന്നെ ലക്ഷ്മണസ്വാമിയെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സീതാ അന്വേഷണത്തിൻ്റെ ഇടയിൽ സീതാദേവി ധരിച്ചിരുന്ന ആഭരണങ്ങൾ പല പല ദിക്കിൽ നിന്നായി കിട്ടാനിടയായി ശ്രീരാമസ്വാമിക്ക് എന്നും അങ്ങനെ സീതാന്വേഷണത്തിന് അതൊരു വഴിത്തിരിവായി എന്നും ആ സമയത്ത് തൻ്റെ ആ ഒരു മനോനില തെറ്റുന്ന രീതിയിലാണ് രാമൻ സീതയെ അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് ഓരോ ആഭരണം കിട്ടുമ്പോഴും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇത് സീതയുടേത് തന്നെയാണോ എന്ന്. കാരണം അത്രയധികം മനപ്രയാസത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിരുന്നത്. ഓരോ ആഭരണങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഇത് സീതയുടെ തന്നെയല്ലേ, ഇത് സീതയുടെ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ മൗനം പാലിച്ചു. അവസാനം സീതാദേവിയുടെ ആ പാദാലങ്കാരം ചെയ്തിരുന്ന പാദസരമെന്നോ കൊലുസെന്നോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ആ ഒരു ആഭരണം കണ്ടപ്പോഴാണ് അത്രേ ലക്ഷ്മണൻ ഉറപ്പിച്ചു പറഞ്ഞത് ഇത് സീത അമ്മയുടേത് തന്നെയാണ് എന്ന്. അത്രയധികം പാദഭക്തിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സീതാദേവിയോട്. അതായത് സീതാദേവിയുടെ പാദം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ ജ്യേഷ്ഠ സഹോദരനെ കണ്ടിരുന്നത് അത്ര തന്നെ ഗാഠമായിട്ടാണ് ജ്യേഷ്ഠത്തിയെ തൻ്റെ സ്വന്തം അമ്മ സുമിത്രയെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. ഈ അടുത്ത കാലത്ത് കേൾക്കാനിടയായ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഈ സുമിത്രയുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ്. ഈ സുമിത്ര ആ ഒരു പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്ന് കിട്ടിയ പായസം സ്വീകരിച്ചതിലൂടെയാണ് 3 ഭാര്യമാരും ഗർഭവതികളായതും പുത്രന്മാരെ ലഭിച്ചതും സൽസന്താനങ്ങളെ ലഭിച്ചതും എന്നാണല്ലോ കഥ. കൈകേയിയും അതുപോലെ തന്നെ കൗസല്യയും ആ പായസം ഭുജിക്കുന്നത് വരെയും അല്ലെങ്കിൽ ആ പ്രസാദം ഭുജിക്കുന്നത് വരെയും സുമിത്ര കാത്തിരുന്നു എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെങ്കിൽ ഇവർക്ക് ആദ്യം ഉണ്ടാവട്ടെ സന്താനം. ആ ജ്യേഷ്ഠ സഹോദരന്മാരെ എന്താ പറയുക പാദസേവ നടത്താൻ അല്ലെങ്കിൽ അവരെ സേവിക്കാനുള്ള ഒരു അവസരം അനിയനായി ജനിക്കുന്നതിലൂടെ എൻ്റെ പുത്രന് ലഭിക്കട്ടെ എന്നാണ് സുമിത്ര വിചാരിച്ചിരുന്നത്. എനിക്ക് ആദ്യം പുത്രൻ ഉണ്ടാവണമെന്നും ഈ അയോധ്യാപുരി എൻ്റെ പുത്രൻ ഭരിക്കണം എന്നും അല്ല, ഒരു സ്വാർത്ഥതയോടുകൂടിയുള്ള ചിന്തയല്ല സുമിത്ര അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏത് കഥാപാത്രത്തിനെ രാമായണത്തിൽ എടുത്തു നോക്കിയാലും ധർമ്മത്തിലൂന്നി എങ്ങനെ ജീവിക്കണം എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ത്യാഗ മനോഭാവം ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നും ഒക്കെ ഉള്ളതിന് പരമ ഉദാഹരണമാണ്. എന്തായാലും ഇവിടെ വന്ന് തൊഴാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശം ഏറ്റിട്ടുള്ള 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ, ഭാരതത്തിലെ 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ ഈ ഒരു ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം. അപ്പോൾ അനേകം പ്രത്യേകതകളുള്ള ഈ ഒരു ലക്ഷ്മണമൂർത്തിയെ കൂടി കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല എനിക്ക് ലക്ഷ്മണനെ പോലെ തന്നെ പ്രിയങ്കരിയാണ് ലക്ഷ്മണൻ്റെ വൈഫായിട്ടുള്ള ഊർമിളാദേവി. ഊർമിളാദേവിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളേ. ആ ഒരു പാഠപുസ്തകത്തിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ വളരെയധികം ആഴത്തിൽ പതിഞ്ഞു പോകുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഊർമിള. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയതിന് ശേഷം കുറച്ച് പ്രായമൊക്കെ ആയതിനു ശേഷം ചിന്തിക്കുമ്പോൾ വളരെയധികം എന്താ പറയുക പാദ നമസ്കാരം ചെയ്യേണ്ട ഒരു കഥാപാത്രമായിട്ട് തോന്നാറുണ്ട് ഊർമിളയെ. അപ്പോൾ ഊർമിളാ സമേതനായിട്ടുള്ള ലക്ഷ്മണസ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഇവിടെ വരാൻ സാധിക്കട്ടെ. ലക്ഷ്മണസ്വാമിയും ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പായമ്മൽ ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രത്തിലാണ്. ശ്രീരാമനെയും ഭരതനെയും ലക്ഷ്മണനെയും കണ്ട ശേഷം നമ്മളിപ്പോൾ ശത്രുഘ്നസ്വാമിയുടെ ഈ തിരുനടയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത്താഴപൂജയ്ക്ക് നട അടച്ചിരിക്കുന്ന സമയമാണ് കേട്ടോ. അത്താഴപൂജ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൊഴാനായിട്ട്.
അപ്പോൾ എന്തായാലും ഇനി ശത്രുഘ്നനെ കുറിച്ച് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ശത്രുഘ്നന്റെ കഥകളെല്ലാം നമ്മളും കേട്ടിട്ടുണ്ടായിരിക്കും. അതിലേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ 4ാം സ്ഥാനക്കാരനാണ് ശത്രുഘ്നൻ. അപ്പോൾ ഒരിക്കലും രാജ്യഭാരം എന്ന വലിയ ഉത്തരവാദിത്വം തന്നിലേക്ക് എത്തില്ല എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കാം അദ്ദേഹം വളർന്നു വന്നിട്ടുണ്ടാവുക അല്ലെ. എന്നാൽ ശ്രീരാമനും ലക്ഷ്മണനും വനവാസത്തിന് പോയതിനു ശേഷം നന്ദി ഗ്രാമത്തിലിരുന്ന് രാമപാദുകം പൂജിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ആ ഒരു അയോധ്യ രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം, ഒരിക്കലും രാജ്യത്തേക്ക് ശ്രീരാമദേവൻ ഇല്ലാതെ വരില്ല എന്ന ശപഥത്തിൽ ഭരതനും മാറി നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രാജ്യഭാരം മുഴുവനും ശത്രുഘ്നന്റെ ആ ഒരു ചുമതലയായി മാറി. അദ്ദേഹത്തിന് ഊർമിളയായിരുന്നു അത്രേ ആ സമയത്ത് രാജ്യഭാരത്തിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നത്. രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നത് ഊർമിളയായിരുന്നു അത്രേ. വേറൊരു കാര്യവും കൂടി ഊർമിളയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ലക്ഷ്മണൻ തൻ്റെ വനവാസം കഴിഞ്ഞ് 14 വർഷത്തിന് ശേഷം ഊർമിളയെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു ഭാവഭേദങ്ങളും ഇല്ലാതെ ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ ആയിരുന്നു അത്രേ ഊർമിള അദ്ദേഹത്തിനോട് പെരുമാറിയത്. അദ്ദേഹത്തിന് ആകെ പരിഭ്രമമായി. കാരണം എന്താണ് ഊർമിളയ്ക്ക് സംഭവിച്ചത്? 14 വർഷം താൻ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനെ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് തന്നെ കണ്ടതിൻ്റെ ഒരു ആവേശമൊന്നും ഊർമിളയിൽ കാണാൻ സാധിക്കാത്തത് എന്നായിരുന്നു അത്രേ ആ ലക്ഷ്മണന്റെ അന്നേരത്തെ ആ ഒരു ചിന്ത. അതിനുശേഷം അദ്ദേഹം മനസ്സിലാക്കി എന്തുകൊണ്ടാണെങ്കിൽ ശ്രീരാമദേവനോടൊപ്പം താനും വനവാസത്തിനായി പോവുകയാണ് എന്ന് അറിഞ്ഞ സമയത്ത് ഊർമിള ശ്രീരാമദേവനോടൊരു വരം ചോദിക്കേണ്ടായിത്രേ. അത് മറ്റൊന്നുമല്ല, ഒരിക്കലും ലക്ഷ്മണൻ തന്നെ പിരിഞ്ഞു പോയതായിട്ടുള്ള ഒരു അനുഭൂതി തനിക്ക് ഉണ്ടാവരുത് എന്നതാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഉറക്കം എന്ന ആ ഒരു സമ്പ്രദായവും കൂടി ഊർമിളയ്ക്ക് കിട്ടണം എന്നായിരുന്നു അത്രേ ഊർമിളയുടെ ആ ഒരു ആഗ്രഹം. കാരണം അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വനവാസ കാലത്ത് ഉറക്കൊഴിയാനുള്ള കഴിവുണ്ടാവണം എന്നും ആ സമയം കൂടി ശ്രീരാമനെയും സീതാദേവിയെയും പരിചരിക്കാൻ വേണ്ട ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ ലക്ഷ്മണന് സാധിക്കണം എന്നും ആ സമയം കൂടി താൻ ഉറങ്ങിക്കോളാം എന്നായിരുന്നു അത്ര ഊർമിള പറഞ്ഞത്. ഇത് മാത്രമല്ല, അയോധ്യ നഗരം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്വർഗതുല്യമായ അയോധ്യ നഗരം അത് ആരും ഭരിക്കാനില്ലാതെ അല്ലെങ്കിൽ അനാഥമാക്കപ്പെടാതിരിക്കാൻ ശത്രുഘ്നനെ എല്ലാ തരത്തിലും സഹായിക്കാൻ ഊർമിളയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ശത്രുഘ്ന സ്വാമിയെ അനുസ്മരിക്കുമ്പോഴും നമുക്ക് കൂടെ ഊർമിളയുടെ പാദം നമസ്കരിക്കുക തന്നെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ 4ാമനായിട്ടുള്ള ശത്രുഘ്നനെ കൂടി നമസ്കരിച്ചാലേ നമുക്ക് ഈ ഒരു 4 ദർശനം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. ഈ 4 അമ്പലത്തിൽ ദർശനം ചെയ്തതിന് ശേഷം വീണ്ടും തൃപ്രയാറ്റ് തേവരുടെ അടുത്ത് പോയി ഈ 3 ബ്രദേഴ്സിനെയും കൂടി കണ്ടു എന്ന് പറഞ്ഞതിന് ശേഷമാണത്ര ഈ ഒരു 4 ദർശനം പൂർത്തീകരിക്കാൻ സാധിക്കാം. എന്തായാലും ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് അത്താഴ പൂജയുടെ സമയമായി. ഏതാണ്ട് 7:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ തിരിച്ച് തൃപ്രയാറ്റ് ദേവരെ കാണാൻ പോകുന്നില്ല. പോകുന്ന വഴിക്ക് തൃപ്രയാർ ദേവരോട് കൂടി പറയാണ്, ഞങ്ങൾ ഈ ഒരു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് 4 അമ്പല ദർശനവും പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർക്കിടക മാസം വേണമെന്നൊന്നുമില്ല കേട്ടോ. കർക്കിടക മാസത്തിൽ സാധിച്ചില്ലെങ്കിലും എല്ലാവർക്കും ഒരിക്കലെങ്കിലും 4 അമ്പല ദർശനം സാധ്യമാവട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് 4 പേരെയും കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.